ഓട്ടോകാഡ് 3Dൻ്റെ അകത്ത് വിൻഡോ വരയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് ടൂൾ ബാറുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വ്യൂ ടൂൾ ബാർ, അത് ഓട്ടോകാഡ് 3Dയിലുള്ള ഒരു ടൂളാണ് വ്യൂ ടൂള്. അതുപോലെ തന്നെ UCS2 വിഷ്വൽ സ്റ്റൈൽസ്, അതുപോലെ മോഡലിംഗ് ടൂൾ ബാർ. നമ്മൾ ലിമിറ്റ്സും യൂണിറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഐസോമെട്രിക്കിലേക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം UCS2ൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ട് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഫ്രണ്ട് സൈഡാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് സെറ്റായിട്ട് കിട്ടിയിട്ട് കാണാം. ഈ ഗ്രിഡ് ലൈൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് സൈഡിലാണ് ഉള്ളത് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം വിൻഡോയുടെ സൈസ് അനുസരിച്ച് നമ്മളൊരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് 2Dയിൽ വരയുന്നത് പോലെ തന്നെ 3Dയിലും നമ്മളൊരു വിൻഡോൻ്റെ ബേസിക് വരച്ചു തുടങ്ങുന്നു. അപ്പോൾ റെക്റ്റാങ്കിൾ എടുക്കാം. റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ വരയുന്ന വിൻഡോൻ്റെ സൈസ് എന്ന് പറയുന്നത് 150x150. അപ്പോൾ ആ ഒരു സൈസിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡയമെൻഷൻ സെറ്റ് ചെയ്യുകയാണ്. D എൻ്റർ ചെയ്തതിന് ശേഷം 150 എൻ്റർ ചെയ്യാം. അടുത്തത് വീണ്ടും ഒരു 150. അത് ലെങ്ത്തും വിഡ്ത്തും 150 വരുന്ന ഒരു വിൻഡോ ആണ്. അത് 3 കോളം വരുന്ന ഒരു വിൻഡോ ആണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. വരച്ചതിന് ശേഷം നമ്മളിവിടെ ഫ്രെയിമിൻ്റെ സൈസ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് 8 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓഫ്സെറ്റ് ചെയ്യുന്ന സമയത്ത് 4 വെച്ചിട്ട് 2 തവണയായിട്ടാണ് നമ്മളിവിടെ ഫ്രെയിമിൻ്റെ സൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഓഫ്സെറ്റ് 4 എടുത്തതിന് ശേഷം 2 ഓഫ്സെറ്റ് കൊടുക്കാം. 2Dയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ 3Dയിലും വരച്ചു. വരച്ചതിന് ശേഷം നമ്മളിവിടെ സെൻറ്ററിലുള്ള ഈ ലൈനിനെ എക്സ്പ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. വിൻഡോൻ്റെ അകത്ത് മോഡിഫൈൻ്റെ അകത്ത് എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് X എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. എക്സ്പ്ലോഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ പോളിലൈൻ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നോർമൽ ലൈനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പ്ലോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്ലോഡ് എടുത്തതിന് ശേഷം ഈ സെൻറ്ററിലുള്ള ലൈനിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. BIP, അതായത് 3 കോളമാക്കി നമ്മളൊരു വിൻഡോ വരയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു 3 കോളത്തിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒറ്റ കോളമായിട്ടുള്ളതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഡിവൈഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ 2Dയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. 3Dയിലും അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ 2Dയിൽ വരയുന്നത് പോലെ വരച്ചുണ്ടാക്കിയിട്ടാണ് നമ്മളതിനെ 3D ആക്കി കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിവൈഡ് എടുക്കാം. എൻ്റർ ചെയ്ത് ഞാനിവിടെ ഈ സെൻറ്ററിലുള്ള ലൈനെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനെയാണ് ഞാനിപ്പം എക്സ്പ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്ത് നമ്മൾ എത്ര നമ്പർ വേണോ അത്രയും നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3 ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ചില കേസിൽ നമുക്കിവിടെ പോയിൻറ്റ്സ് കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കേസ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഫോർമാറ്റിൻ്റെ അകത്ത് പോയിൻ്റ് സ്റ്റൈലിൽ പോയി സ്റ്റൈല് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ ഒരു ഡോട്ടഡ് ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. അത് നമ്മൾ മറ്റേതെങ്കിലും ഒരു പോയിൻ്റ് സ്റ്റൈലിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പോയിൻ്റ് സൈസും കാണാം. 5 എന്നുള്ളത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ഓ 15ഓ 20ഓ വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചിട്ടുള്ള സൈസും സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ പോയിൻ്റ് സെലക്ട് ചെയ്ത് 5 തന്നെ വെച്ചിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു. ഇവിടെ ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 3 പോയിൻ്റായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ടെങ്കിലും 2 പോയിൻ്റ് മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ. 3 കോളമായിട്ട് ഇവിടെ ഡിവൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് ലൈൻസ് വരച്ചു കൊടുക്കുന്നതിന് വേണ്ടി സെൻറ്ററിലുള്ള ഈ ലൈനിനെ സെലക്ട് ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്കും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലേക്കും നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോയിന്റിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഓഫ്സെറ്റ് ചെയ്യാം. 4 എന്നുള്ളത് ഓഫ്സെറ്റ് തന്നെ 2ആയിട്ട് ഓഫ്സെറ്റ് ചെയ്യാം.
രണ്ടായിട്ട് ഞാനിപ്പോൾ ഓഫ്സെറ്റ് ചെയ്തു. അതിനുശേഷം ഈ സെൻറ്ററിൽ വരുന്ന എല്ലാ ലൈൻസിനെയും ഞാനിവിടെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. സെൻറ്ററിൽ വരുന്ന എല്ലാ ലൈൻസിനെയും ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള പോർഷൻ ട്രിം ചെയ്ത് കൊടുക്കുകയാണ്. ട്രിം ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ 2D പോലെ തന്നെ 3Dയിലും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ 3D ആക്കണം. നമ്മളിപ്പോൾ 3D ആക്കിയിട്ടില്ല, നമ്മൾ 2D തന്നെയാണ് ഉള്ളത്. 2Dയുടെ ഒരു വയർ ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് 3D ആക്കുന്നതിന് വേണ്ടി ഇനി ഇത് ടോപ്പിലേക്ക് കൊണ്ടുവരാം. അതായത് യൂസിയസ് ടോപ്പിലേക്ക് കൊണ്ടുവരാം. നമ്മൾ വരച്ചു കഴിഞ്ഞു, ടോപ്പിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ടോപ്പിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഇതിനെ റീജിയൻ ചെയ്യാം. റീജിയൻ ചെയ്യാൻ മീൻസ് ഒരുമിച്ചാക്കാം. റീജിയൻ ചെയ്യുക, REGEN. സോറി, റീജിയൻ എന്നുള്ളത് റോല് റീജിയൻ, REGION. റീജിയൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. REG എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ അതൊരു റീജിയൻ ഒബ്ജക്റ്റായി മാറിയിട്ടുണ്ടാവും. ഇനി അതിന് ശേഷം എന്ത് ചെയ്യാം, എക്സ്ട്രൂഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സ്ട്രൂഡിൻ്റെ ഷോർട്ട് കട്ടായിട്ട് ഞാനിവിടെ EXT അടിക്കുന്നു. എക്സ്ട്രൂഡ് ഇവിടെയുണ്ട്, എക്സ്ട്രൂഡ് എന്നുള്ള ഓപ്ഷൻ. EXT അടിച്ചു. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുക്കുന്ന ഫ്രെയിമിൻ്റെ സൈസ് 8 കൊടുത്തു. 8 കൊടുക്കുമ്പോൾ ഇതുപോലെ കാണാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ഇവിടെ ഷെയ്ഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ ഒരു ബോക്സ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഒരു വിൻഡോയുടെ ഫ്രെയിമൊന്നും നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ സെൻട്രലിലുള്ള ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്തിട്ടില്ല. എല്ലാം ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി സബ്ട്രാക്റ്റ് ചെയ്യാം. SU, സബ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാം. സബ്ട്രാക്റ്റ്, ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ SU എന്നടിച്ച് സബ്ട്രാക്റ്റ് എടുത്തു. വില്ല ബോക്സിനെ, അതായത് പുറത്തുള്ള ബോക്സിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള ഓരോ ബോക്സിനെയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ വിൻഡോ ഫ്രെയിം വരച്ചുണ്ടാക്കുന്നത്. ഇനി ആ ഫ്രെയിമിൽ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ വീണ്ടും ഫ്രണ്ട് വ്യൂ പോർട്ടിലേക്ക് UCSനെ കൊണ്ടുവന്നു. അതിനുശേഷം വയർ ഫ്രെയിമിൽ തന്നെ വെക്കാം. നമുക്കിവിടെ ചെറിയൊരു കട്ടിങ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അതായത് വിൻഡോയിൽ വുഡൻ വിൻഡോൻ്റെ അകത്തായ നമുക്ക് സാധാരണയായിട്ടൊരു കട്ടിങ് കാണാം. അപ്പോൾ ആ കട്ടിങ് കൊണ്ടുവരുന്നതിന് വേണ്ടി റെക്റ്റാങ്കിൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അതായത് റെക്റ്റാങ്കിൾ ഈ ഒരു ഫ്രെയിമിനെ കറക്റ്റായിട്ട് വരയാം. അത് തന്നെ എല്ലാ ഭാഗത്തേക്കും ഓരോ ഫ്രെയിമിലേക്കും നമുക്കത് അതിനുശേഷം ഓഫ്സെറ്റ് 2 2 എടുക്കാം. എല്ലാറ്റിൻ്റെയും ഓഫ്സെറ്റ് പുറത്തേക്ക് 2 കൊടുക്കാം. 2 കൊടുത്തതിന് ശേഷം ഈ ഓരോ ലൈൻസും സെലക്ട് ചെയ്ത് ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് എങ്ങാനും കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് കൊടുക്കാം. മൂവ് ചെയ്യാം, അതായത് ഉള്ളിലേക്ക് മൂവ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓർത്തോ മോഡ് ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഓർത്തോ മോഡ് ഓൺ ആക്കി വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് ഇങ്ങനെ മൂവ് ഡയറക്ഷൻ കാണിച്ചു കൊടുത്തതിന് ശേഷം 2 എന്ന് വാല്യൂ കൊടുക്കുക. അത് 2 അല്ലെങ്കിൽ 2.2 അല്ലെങ്കിൽ 2.5 ആണ് ആ കട്ടിങ്ങിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് സാധാരണയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് 2 ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. 2 കൊടുത്തതിന് ശേഷം അതിനെ റീജിയൻ ചെയ്യാം. ഈ ഒരു പറയുന്ന ലൈൻസിനെ നമ്മൾ റീജിയൻ ചെയ്യുകയാണ്. റീജിയൻ ചെയ്തു. പിന്നെ എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഞാൻ 2 കൊടുത്തു.
2 കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാണ്. SU സബ്ട്രാക്ട് എടുത്തു. ഈ വോളിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്തതിന് ശേഷം ഓരോ ബോക്സിനെയും ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓരോ ബോക്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റായിട്ടുള്ള കട്ടിങ്, വുഡൻ വിൻഡോൻ്റെ അല്ലെങ്കിൽ ഡോറിൻ്റെ ഒക്കെ കട്ടിങ് എങ്ങനെയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിൻഡോൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള കട്ടിംഗ് ആണ് കൊടുത്തത്. ഡോറാണെങ്കിൽ ഡോറിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള കട്ടിങ് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് വിൻഡോൻ്റെ കട്ടിങ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോഴാണ് നമ്മൾ ഫ്രെയിമിൻ്റെ ഏകദേശം പോർഷൻസ് കംപ്ലീറ്റ് ആയത്. ഇനി ചെയ്യുന്നത്, സാധാരണ ചെയ്യുന്നത്, ഇവിടെ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഗ്രിൽസ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്രിൽസും കൂടി അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അതിന് പകരം പുറത്തുള്ള ഗ്ലാസിൻ്റെ ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ ഇത് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഫ്രണ്ട് ഇതിലേക്ക് കൊണ്ടുവരിക UCSനെ. അതിനുശേഷം റെക്റ്റാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരക്കുകയാണ്. ഈ പോയിന്റിൽ നിന്ന് ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു പോയിന്റിലേക്കാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. 2Dയിൽ വെച്ചതിന് ശേഷം അതിനെ നമുക്ക് ലൈൻസിനെ പുറത്തേക്ക് കൊണ്ടുവരാം. ഓഫ്സെറ്റ് 5 കൊടുക്കാം. ഓഫ്സെറ്റ് 5 ആണ് സാധാരണ ഗ്ലാസിൻ്റെ ചട്ട, അതായത് ഫ്രെയിമിൽ സ്റ്റൈൽ എന്ന് പറയും അതിനെ. അപ്പോൾ ഈ സ്റ്റൈലിന് വേണ്ടി നമ്മൾ സാധാരണ കൊടുക്കുന്നത് 5 ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ പുറത്തെ ലൈനിനെ, അതായത് ഫ്രെയിമിൻ്റെ സ്റ്റൈലിൻ്റെ പുറത്തെ ഈ ലൈനിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. കാരണം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ സെറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇതിനെ ഓരോന്നിനെയും റീജൻ ചെയ്യാം. ഞാൻ ഇതിനെ റീജൻ ചെയ്തു, അതുപോലെ തന്നെ ഇതിനെയും റീജൻ ചെയ്തു. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇത് ടോപ്പിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ടോപ്പിലേക്ക് കൊണ്ടുവരാം. എക്സ്ട്രൂഡ് ചെയ്യുക. ഈ ഒരു രണ്ട് ഒബ്ജക്റ്റിനെയും 2 ആണ് അതിനെ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി വാല്യൂ കൊടുക്കുന്നത്. അത് കാരണം അവിടെ കട്ടിങ് വരുന്നത് 2 ആണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് തന്നെ കട്ടിങ്ങിൻ്റെ ഷേപ്പിനനുസരിച്ച് അല്ലെങ്കിൽ സൈസിനനുസരിച്ച് തന്നെ, ആ സൈസിനനുസരിച്ച് തന്നെ ഇത് കട്ടിങ്ങിൻ്റെ ഇതിൻ്റെ എക്സ്ട്രൂഡ് വാല്യൂയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് സബ്ട്രാക്ട് ചെയ്യാണ്. SU സബ്ട്രാക്ട്. ഈ വലിയ ഫ്രെയിമിൻ്റെ ഈ ഒരു സ്റ്റൈലിൻ്റെ പുറത്തെ ലൈനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്തതിന് ശേഷം ഉള്ളിലെ ലൈൻ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഹോളായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക. സാധാരണ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണുക. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റൈലിൽ കിട്ടുള്ളൂ. ഇതുപോലെ കിട്ടും. ഇതിപ്പോൾ ഗ്ലാസിൻ്റെ ചട്ട അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയും ഈ ഒരു പോർഷനെ. ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഗ്ലാസിനെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി എക്സ്ട്രൂഡ് കൊടുക്കുന്നത് 0.5 ആണ് ഗ്ലാസിൻ്റെ വാല്യൂ വരുന്നത്. ഒരു 0.5 കൊടുത്താൽ മതി. 0.5 ആ ഒരു സൈസാണ് കൊടുക്കുന്നത്. സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഏതായാലും ഇതിനേക്കാൾ ചെറിയ സൈസിലെ എപ്പോഴും ഗ്ലാസ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് അവിടെ കൊടുത്തു. പക്ഷേ കളറ് നമുക്കെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഞാനിവിടെ ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ലെയർ പ്രോപ്പർട്ടി മാനേജറിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓൾട്ടും എന്നും പ്രസ് ചെയ്താൽ മതിയാവും. ഓൾട്ടും എന്നും, അതായത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾട്ടും എന്നും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ലെയറാണ് അവിടെ വരിക. ഞാനിവിടെ ഫ്രെയിമിന് FR എന്നും, അതുപോലെ ഇനി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ലെയേഴ്സ് ക്രിയേറ്റ് ആവും. ഫ്രെയിമിന് ശേഷം ഞാൻ സ്റ്റൈലിന് വേണ്ടി ST എന്നും ഗ്ലാസിന് വേണ്ടി GL എന്നും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതിനാവശ്യമുള്ള കളറുകൾ ഏതൊക്കെയാണ് വേണ്ടത് അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഫ്രെയിമിന് പറ്റുന്ന ഒരു കളറ് സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സ്റ്റൈലിന് പറ്റുന്ന ഒരു കളറും സെലക്ട് ചെയ്യുകയാണ്. ഗ്ലാസ്സിന് പറ്റുന്ന ഒരു കളറും സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഓരോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഓരോന്നും അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം, അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടേക്ക് ചേഞ്ച് ആയിക്കോളും. ഞാനിവിടെ സെലക്ട് ചെയ്ത് കോപ്പി എടുത്തിട്ടാണ് കൊടുത്തത്. ഇതുപോലെ വിൻഡോ ഇതുപോലെ വന്നിട്ട് കാണാം. നമുക്കിനി ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് കറക്റ്റായിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ചട്ടയും ഗ്ലാസിൻ്റെ ഫ്രെയിമും ഒക്കെ ആയിട്ടുള്ള ഒരു വിൻഡോ ആയിട്ട് ക്രിയേറ്റ് ആവും. ഇതുപോലെയാണ് നമ്മൾ വിൻഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് ഗ്രിൽസ് ആവശ്യമാണെങ്കിൽ ഗ്രിൽസിൻ്റെ ഡിസൈനും നമ്മൾ CAD-ൻ്റെ 2D വരയുന്ന പോലെ വരച്ചുണ്ടാക്കി ഇതേപോലെ തന്നെ റീജിയനും എക്സ്ട്രൂഡും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.